ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ ഒരു പൊതുരീതിയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവിന് ചേർന്നതാണോ ഈ ഇരട്ടത്താപ്പ്? ഈ നാട് വളരെ പ്രോമിസിംഗ് ആയി കുറെ നാളുകളായി കണ്ടയാളാണ്. അതിൽ നിന്നൊക്കെ രാഹുൽ ഗാന്ധി ഒരുപാട് താഴെ പോയി. രാഹുൽ ഒരു പ്രോമിസിംഗ് പൊളിറ്റീഷ്യനായി ഇപ്പോൾ ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുമില്ല. കാരണം BJP-യുടെ മണി പവറും BJP-യുടെ ഒരു വലിയ സാമ്പത്തിക കാര്യങ്ങളും ഒക്കെ വെച്ച് ഏതൊരു സമീപകാല രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിലും BJP-യെ അട്ടിമറിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുമില്ല. കഴിഞ്ഞ സമീപകാലത്ത് ഈ ലോക്സഭാ ഇലക്ഷന് ശേഷം തന്നെ രാഹുൽ അത് ഈ രാജ്യത്തോട് പറയുകയും ചെയ്തു. ഇന്ത്യ മുന്നണിയുടെ വലിയൊരു സമ്മേളനം നടക്കുമ്പോൾ പറഞ്ഞു. എന്തായിരുന്നു ആ വർത്തമാനം? അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും വരാനിരിക്കുന്ന 2029 തെരഞ്ഞെടുപ്പിൽ BJP പ്രതിപക്ഷത്താവുമെന്ന് കരുതരുത്. ശക്തമായ ശബ്ദമായി നിലകൊള്ളുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്തം മാത്രമേ ഇന്ത്യ സഖ്യത്തിന് ഇനി അങ്ങോട്ട് ചെയ്യാനുള്ളൂ എന്ന് പറയുന്നതോടുകൂടി പ്രതീക്ഷ അസ്തമിക്കുകയാണ്. മുന്നിൽ നിന്ന് നയിക്കുന്ന പടത്തലവൻ കാലിടറി വീഴുന്നതിൻ്റെ ശക്തമായ ലക്ഷണങ്ങൾ പോലും നമ്മൾ കണ്ടു കഴിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ അത് കാര്യമില്ല. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെയും രാഹുൽ ഗാന്ധിയുടെയും കോലം കത്തിക്കാൻ, ഓരോ ജില്ലകളിലും കോലം കത്തിക്കാൻ ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം ഒരുങ്ങുന്നു എന്ന വാർത്ത. ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന രാഹുൽ ഗാന്ധിയാണ് ജാർഖണ്ഡിൽ ശക്തമായ നിശബ്ദത തുടരുന്നത് എന്നുള്ളതാണ്. ഏപ്രിൽ 19 നടന്ന 14ാമത് ജാർഖണ്ഡ് PSC കമ്പൈൻഡ് പ്രിലിമിനറി ടെസ്റ്റ് റദ്ദാക്കണം, അതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഇങ്ങനെ നിന്ന് ഈ നാടിൻ്റെ യുവാക്കൾ പറയുമ്പോൾ അതിനെതിരെ ശക്തമായ നിശബ്ദത തുടരുന്നത് ഒരു കോൺഗ്രസ് മന്ത്രിസഭയാണ്, കോൺഗ്രസ് ഭരണകൂടമാണ് എന്ന്. തൊട്ടപ്പുറേ ഡൽഹിയിൽ BJP-ക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് മുന്നിൽ നിന്നതും കോൺഗ്രസ് ആണ്. വിരോധാഭാസം എന്നല്ലാതെ എന്താണ് ഇതിനെ പറയുക? ഓരോ ജില്ലയിലും രാഹുലിൻ്റെയും ഹേമന്ത് സോറന്റെയും കോലം കത്തിച്ചുകൊണ്ടായിരിക്കും ഇനി അങ്ങോട്ട് ഈ പ്രക്ഷോഭം മുന്നോട്ട് പോവുക എന്ന് വിദ്യാർത്ഥികൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ജന്തർ മന്ദിർ മോഡൽ മറ്റൊരു പ്രക്ഷോഭം കൂടി ഒരുങ്ങുകയാണ്. അത് ഭരണകൂടത്തിനെതിരെ തന്നെ ആവുകയും ചെയ്യുന്നു. ആ ഭരണകൂടം കോൺഗ്രസിൻ്റെതാവുകയും ചെയ്യുന്നു. ജാർഖണ്ഡിൽ BJP അത് വിഷയമാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രം ആളുകൾ ഓരോ വിഷയത്തിനും അനുകമ്പയും ഓരോ വിഷയത്തിൽ എതിർപ്പും പ്രകടിപ്പിക്കുന്നു എന്നത് വലിയ വിരോധാഭാസമാണ്. കോൺഗ്രസ് ജെനുവിനായിരുന്നെങ്കിൽ ജന്തർ മന്ദിറിൽ അവർ രാഷ്ട്രീയ മുതലെടുപ്പിനല്ല ശ്രമിച്ചത്, ജനങ്ങൾക്കൊപ്പം നിൽക്കാനാണ്, വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കാനായിരുന്നുവെങ്കിൽ ഇവിടെ ജാർഖണ്ഡിൽ ഹേമന്ത് സോറനോട് ഹൈക്കമാൻഡിന് പറയാനാവണമായിരുന്നു, എത്രയും പെട്ടെന്ന് ആ പ്രക്ഷോഭത്തെ നമ്മൾ മാനിക്കണം, അവർക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കണം. കാരണം ഇതൊരു രാഷ്ട്രീയമായി ഏകീകരിക്കപ്പെട്ടു വരുന്ന ഒരു സംഘടനയോ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വരുന്ന പ്രസ്ഥാനവുമല്ല. ഇത് വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടമാണ്. അത് വളരെ ജെനുവിനായ ആവശ്യമായിരിക്കും. അത് ശക്തമായി പരിശോധിച്ച് ആ പ്രശ്നം പരിഹരിച്ച് വിദ്യാർത്ഥികളെ പ്രക്ഷോഭത്തിൽ നിന്ന് മാറ്റണമെന്ന് പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഹൈക്കമാൻഡിനും രാഹുൽ ഗാന്ധിക്കും ഉണ്ടാവണമായിരുന്നു. ഇത്രയും വലിയ പ്രക്ഷോഭം മോശമായ വഴികളിലേക്ക് അത് കടന്നു പോകുമ്പോഴും നിശബ്ദത പാലിക്കുന്നത് അവിടെ രാഷ്ട്രീയ മുതലെടുപ്പിന് തന്നെയാണ് ഡൽഹിയിൽ അവർ ശ്രമിച്ചത്. ഇവിടെ അവർ അതിനെ അടിച്ചമർത്താനും ശ്രമിക്കുന്നത് എന്ന് പറയാതെ വയ്യ.